എനിക്ക് പകരമായവൻ ക്രൂശിതനായി, സ്വന്തം രക്തത്താൽ എന്നെ വീണ്ടെടുത്തല്ലോ. ഇന്ന് അതായത് 15/10/2025 ശനിയാഴ്ച കർത്താവിനെ പരസ്യമായി സാക്ഷിച്ചതിൻ്റെ വീഡിയോ, അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ യൂട്യൂബിലിട്ടു. അപ്പോൾ ഒരു സഹോദരൻ അതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുകയാണ്, സ്വന്തമായി രക്ഷിക്കാൻ കഴിയാത്ത യേശു എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കും? എന്നിട്ട് ചിരിയുടെ എമ്പളും. ഇത് ഒരു കാലഘട്ടത്തിൽ ഞാനും ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. നല്ലൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ദുഷ്ടരായ മനുഷ്യർ അദ്ദേഹത്തെ തല്ലിക്കൊന്നൊരു മരത്തിൽ കെട്ടി തൂക്കി. അതോടുകൂടി യേശു മരിച്ചുപോയ ഒരു മനുഷ്യർ ഒരു നല്ല കാര്യം ചെയ്ത് നമ്മൾ കേട്ടിട്ടില്ല. ഇന്നലെ വരെ നല്ലവനായി ജീവിച്ചു, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ വന്ന് കൊങ്ങായിക്ക് പിടിച്ചു, പിന്നെ എന്ത് ചെയ്തു, പുതപ്പെടുത്ത് മാറ്റി അങ്ങോട്ട് പോകുന്ന കണ്ടു എന്നൊക്കെയല്ലേ നമ്മളെ കണ്ടിട്ടുള്ളത്. പക്ഷേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മാർഗമാണ് ക്രിസ്തീയ മാർഗം. കോടിക്കണക്കിന് മനുഷ്യരാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ട് പാപത്തിൽ നിന്ന് മോചനം, രോഗത്തിൽ നിന്ന് സൗഖ്യം, പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം, അങ്ങനെ തുടങ്ങി മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകൻ അവരെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അതെ, അദ്ദേഹം പറഞ്ഞത് സ്വയം രക്ഷിക്കാൻ കഴിയാൻ കർത്താവിന് വേണമെങ്കിൽ, കർത്താവ് പറഞ്ഞതാണ്, ഈ സമയം ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞാൽ 12 ലഗ്യോനിലധികം, ഒരു ലഗ്യോൻ തന്നെ 6000 12 ലഗ്യോനിലധികം ദൂതന്മാരെ ആ കഷ്ടാനുഭവ സമയങ്ങളിൽ അയക്കാമായിരുന്നു. പക്ഷേ രക്തം ചുരിഞ്ഞിട്ടേ വിമോചനമുള്ളെന്നാണ്. പാപികളായ മനുഷ്യരെ 3 മതഗ്രന്ഥങ്ങളും പറയുന്നതല്ലേ. അപ്പോൾ പാപികളാണ്, ആ പാപികളുടെ ചെയ്ത തെറ്റിന് പകരമായി ശിക്ഷിക്കപ്പെടണം. കർത്താവിൻ്റെ ഓരോ ശിക്ഷയും തന്നെ ഒന്ന് നോക്കിയാൽ മതി. കണ്ണ് തുറന്നു ബുദ്ധി കൊണ്ട് ചിന്തിച്ചതിന് തലയിൽ മുൾക്കിരീടം. പിന്നെ മനുഷ്യൻ ഹൃദയം കൊണ്ട് നിരൂപിക്കുന്നതിന് ഹൃദയം കുത്തിത്തുളച്ചു. കാലുകൊണ്ട് നടന്നുപോയി ചെയ്യുന്ന പാപപരിഹാരത്തിന് വേണ്ടി കാലുകൾ കാരുമ്പാണി, കൈകൊണ്ട് ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്ക് കൈകൾ കാരുമ്പാണി. മനുഷ്യ ശരീരത്തിൽ വരാവുന്ന എല്ലാ രോഗത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി ശരീരം ഒരു പിഞ്ചത്തുണി പോലെ അടിച്ച് തകർക്കപ്പെട്ടു. സ്നേഹിത, അത് നിങ്ങളുടെ എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ ദൈവം തമ്പുരാൻ കണ്ണ് തുറന്നെങ്കിലേ ഒക്കത്തുള്ളൂ. നിങ്ങളോട് കരുണയുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. കർത്താവിന് എല്ലാവരും ഒരു കരുണയുണ്ട്. നിങ്ങളുടെ കണ്ണും കർത്താവ് തുറക്കട്ടെ എന്ന്